വിജയിക്കുന്നവരുടെ സംഗീതത്തേക്കാൾ സാന്ദ്രതയും ആഴവും പരാജിതയുടെ ശോകഗാനത്തിനാണ്. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ പ്രിയ എഴുത്തുകാരി രാജലക്ഷ്മി ടീച്ചറുടെ വാക്കുകളാണിവ. 1965 ജനുവരി 18 തൻ്റെ 34-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ കഥാകാരി. കുരിശു ചുമക്കുന്ന ജീവിതങ്ങളെയാണ് അവർ പ്രധാനമായി അവതരിപ്പിച്ചത്. രാജലക്ഷ്മിയുടെ സ്ത്രീ കഥാപാത്രങ്ങളിൽ പലരും കർത്തവ്യവും അഭിലാഷവും തമ്മിലുള്ള സന്ധിയില്ലാത്ത സമരത്തെ ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്നു എന്ന് ഡോക്ടർ എം ലീലാവതി ടീച്ചർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിർദ്ധയമായി അന്യരുടെ കഥ പകർത്തിവെക്കുന്ന ഒരു കാഥികയായിരുന്നില്ല രാജലക്ഷ്മി. സ്വന്തം അനുഭവവും കെട്ടുകഥയും എവിടെ വച്ച് വഴിപിരിയുന്നു എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കഥകളിൽ കൂട്ടിപ്പിരിഞ്ഞുകിടന്നു. കഥ കേൾക്കാൻ നമുക്ക്. രാജലക്ഷ്മി ടീച്ചറുടെ പരാജിത. നിർമ്മല പെട്ടെന്ന് കൈ പുറകോട്ട് വലിച്ചു. കടലാസുകൾ അയാളുടെ കയ്യിൽ നിന്നും ഫിഷ് എന്ന് ഒരൊച്ചയോടെ മേശപ്പുറത്ത് വീണു. അവൾ ഒന്നും മിണ്ടാതെ അവ പെറുക്കിയെടുത്ത് എണീറ്റു. എന്നാൽ ആ പറഞ്ഞ ചേഞ്ചസ് വരുത്തൂ. ഓ. അവൾ പുറത്തേക്ക് കടന്നു. കതകിൻ്റെ നടുക്കു പിടിപ്പിച്ച തുണി കൊണ്ടുള്ള സ്പ്രിംഗ് വാതിൽ പുറകെ അടഞ്ഞു. ഛേ, മോശമായി പോയി. കൈ പുറകോട്ട് വലിച്ചത് അങ്ങോർക്ക് മനസ്സിലായി കാണും. എന്തൊരു മോശം. 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്, എന്നിട്ട് മോശം. അവൾ മൈക്രോസ്കോപ്പിൻ്റെ മുമ്പിൽ പോയിരുന്നു. അങ്ങേ മുറിയിൽ നിന്ന് ഭാസ്കരൻ്റെ മൂളിപ്പാട്ട് കേൾക്കാം. എന്തോ കൊള്ളാവുന്ന കാര്യം കിട്ടിയിട്ടുണ്ട് അയാൾക്ക്. അപ്പോഴാണ് മൂളിപ്പാട്ട് വരിക. നല്ലവനാണ് ഭാസ്കരൻ. അയാളും അയാളുടെ വെള്ളലികളും ഇൻസുലിൻ കുത്തിവെപ്പും ഹിന്ദി പാട്ടുകളും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉയർന്നു വരാനുള്ളവനാണ്. ബുദ്ധിമാൻ. അത് അയാൾക്ക് തന്നെ അറിയാം. ചെറുപ്പവുമാണ്. ചെറുപ്പമാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഉത്തരം കാണാൻ കഴിയാത്തതായിട്ട്. അയാൾക്ക് 20-22 വയസ്സ് കാണും. എന്തിനും ചങ്കൂറ്റമുള്ള പ്രായം. താനും അതുപോലെ. ഡയറക്ടറുടെ മുറിയിൽ വെച്ച് വേണ്ടായിരുന്നു. പോട്ടെ. അവൾ മൈറ്റിനെ ഇട്ടുവച്ചിരുന്ന കുപ്പികൾ 1-2 ഇൻക്യുബേറ്ററിൽ നിന്ന് എടുത്തു. ആ ഭാസ്കരനെ പോലെ ഇതിലങ്ങ് മുഴുകാൻ പറ്റിയിരുന്നെങ്കിൽ. അതെങ്ങനെ? തനിക്ക് പ്രാരാബ്ധങ്ങൾ. അല്ലെങ്കിലും ഭർത്താവ് ഷിമയ്ക്ക് പോയപ്പോൾ 3 കൊല്ലത്തേക്ക് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് റിസർച്ച് ചെയ്യാൻ വന്ന താനും ഈ ഭാസ്കരനും ഒരുപോലെ ആകുന്നതെങ്ങനെ? ബോർഡിലുള്ള ഒരു മിസ്റ്റർ വർഗീസുമായി രവിക്ക് പരിചയമുള്ളതുകൊണ്ട് തനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. ഈ ഭാസ്കരനെ പോലെ പാസ്സായി ഉടനെ വന്നിരുന്നെങ്കിൽ താനും കൊള്ളാവുന്ന വല്ലതും ചെയ്തു പോയേനെ. 7-8 കൊല്ലം വീടും ഭരിച്ചിരുന്ന് അറിയാമായിരുന്നതൊക്കെ മറന്ന ശേഷം വന്നാൽ ഇങ്ങനെയിരിക്കും. ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ താൻ എന്തു ചെയ്യുമായിരുന്നു? രാജീവ് ബോർഡിങ്ങിൽ, രവി ഇംഗ്ലണ്ടിൽ. ഇതില്ലായിരുന്നെങ്കിൽ പിന്നെ താൻ. മിസ്സിസ് പണിക്കർ ബിസിയാണോ? തോമസ് വരാന്തയിൽ നിന്ന് കയറി വന്നു. അല്ല, ബിസി. ഭാസ്കരൻ പാട്ടു തകർക്കുന്നല്ലോ. ഇന്ന് പാട്ടോട് പാട്ടാണ്. വലിയ എക്സൈറ്റ്മെൻറ്റ്. അയാൾ വല്ല ബയോ കെമിസ്ട്രിക്കും പോകാതെ ഈ മറൈൻ ബയോളജിയിൽ വരരുതായിരുന്നു. ഇതിപ്പോൾ തീരും. സബ്മിറ്റ് ചെയ്യാൻ മാത്രം ധാരാളമായിട്ടുണ്ട്. പിന്നെ നല്ല ജോലി കിട്ടുമല്ലോ. അതോടെ തീർന്നു. എന്നെ കണ്ടില്ലേ? ഞാനങ്ങ് പൊങ്ങി വരൂ എന്ന് പറഞ്ഞ് വിട്ടതാണ് എൻ്റെ മാസ്റ്റർമാർ. എന്നിട്ടിപ്പോൾ എന്താണ് മിസ്റ്റർ തോമസിന് തരക്കേട്? ഇപ്പോൾ റിസർച്ചും ഇല്ല, ഗവേഷണവും ഇല്ല, ഒന്നുമില്ല. വാസ്തവത്തിൽ കോളേജിൽ കിട്ടണ ശമ്പളത്തിനേക്കാൾ കൂടുതലാണ് ഈ സ്റ്റൈപ്പൻഡ്. അതുകൊണ്ട് പോന്നു. ഒരു 3 കൊല്ലം ഇങ്ങനെയും കഴിയട്ടെ. ഔസേപ്പ്, ഇങ്ങോട്ട് കൊണ്ടുപോരൂ. അയാൾ വരാന്തയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഞാൻ കാപ്പിക്ക് അയച്ചിരുന്നു. ഇവിടെ വച്ച് കുടിക്കാമല്ലോ. ഓഹോ. ഔസേപ്പ്, കൃഷ്ണൻകുട്ടിയെയും ഉണ്ണിമേനെയും കൂടി ഇങ്ങോട്ട് വിളിച്ചേക്കൂ. കേട്ടോ പാക്കരാ? എടോ പാക്കരാ, കാപ്പി വേണമെങ്കിൽ വാ. തൊമ്മിച്ചേട്ടാ, പൊന്നു തൊമ്മിച്ചേട്ടനല്ലേ, ഒന്നിങ്ങോട്ട് കൊടുത്തയച്ചേരി. എനിക്കിപ്പോൾ സത്യമായിട്ടും വരാൻ വയ്യ. ഭാസ്കരൻ അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. എന്നാ നീ കുടിക്കണ്ട. അയ്യോ മിസ്സിസ് പണിക്കർ, ഒന്ന് കൊടുത്തയക്കാൻ പറയണേ. അവൾ ഒരു ബീക്കറിൽ 3/4 ഭാഗം കാപ്പി ഒഴിച്ച്
തന്നെത്താനെടുത്ത് അകത്ത് ഭാസ്കരൻ മൈക്രോസ്കോപ്പിൻ്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുചെന്നു. "റൊമ്പ താങ്ക്സ്." അവൾ വാതിലടച്ചു പോന്നു. വർത്തമാനം പറഞ്ഞ് അയാൾക്ക് ശല്യമുണ്ടാക്കുന്നത് എന്തിന്? എവിടെ നിന്നോ സ്റ്റൂളുകൾ പെറുക്കി മേശയ്ക്ക് ചുറ്റുമിട്ട് 3 പേരും ഇരിപ്പുണ്ട്. "മിസ്സിസ് പണിക്കർ സെർവ് ചെയ്യണം." അവൾ 4 ബീക്കറിൽ കാപ്പി ഒഴിച്ചു. "മിസ്സിസ് പണിക്കർ കാണിച്ചോ പേപ്പർ?" കാപ്പി കുടിക്കുന്നതിനിടയിൽ തോമസ് ചോദിച്ചു. "ഓ, എന്തു പറഞ്ഞു അങ്ങോര്?" "1-2 മാറ്റാൻ പറഞ്ഞു. നമുക്ക് വരുന്ന ആ ജർമ്മൻ ജേണൽ ഇല്ലേ, അതിൽ 58-ൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു പേപ്പർ വന്നിട്ടുണ്ടത്രേ. അത് നോക്കാൻ പറഞ്ഞു." "ഒന്ന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അയാൾക്ക് സബ്ജക്റ്റ് അറിയാം." "അത് ശരിയാ." ഉണ്ണിമേനോനും യോജിച്ചു. "അങ്ങോർക്ക് അറിഞ്ഞുകൂടാത്തത് വല്ലതുമുണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് കാര്യമില്ലാത്തതാണ്." "പഹേൻ." "മെഫിസ്റ്റോഫിലസ്." കൃഷ്ണൻകുട്ടിയുടെ വക. "അതാരാടോ?" തോമസ് ചോദിച്ചു. "സാത്താൻ." കൃഷ്ണൻകുട്ടിയെ അങ്ങോര് ഇന്നലെ കുടഞ്ഞ് നാശമാക്കി, അതാണ്. ഉണ്ണിമേനോൻ ചിരിച്ചു. "തോമസ് അറിഞ്ഞില്ലേ? അയാളുടെ തിയറി ഉണ്ടല്ലോ, എവല്യൂഷൻ ഓഫ് പ്രോട്ടോസോവ. അത് ഇന്നലെ അങ്ങോര് കൊന്നു കുഴിച്ചിട്ടു." "അത് കളാ." കൃഷ്ണൻകുട്ടി ചൊടിച്ചു. "എൻ്റെ പേപ്പർ കൊള്ളില്ല എന്ന് അങ്ങോര് പറഞ്ഞതുകൊണ്ടല്ല, അതങ്ങോര് കാര്യകാരണ സഹിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഞാൻ സമ്മതിച്ചു. അതുകൊണ്ടല്ല. അയാൾ ചീത്തയാണ്, മനസാക്ഷി എന്നൊന്നില്ല. സാത്താൻ. ഡാർക്ക് സിനിസ്റ്റർ." "നിർത്തടോ കൃഷ്ണൻകുട്ടി, തൻ്റെ പ്രോട്ടോസോവ ഏതായാലും കൊള്ളില്ലായിരുന്നു." "പ്രോട്ടോസോവ?" "അത് പറയാതെ മേന്നെ." തോമസ് കൃഷ്ണൻകുട്ടിയുടെ ഭാഗം ചേർന്നു. "അയാളുടെ മനസ്സ് ചീത്തയാണ്. സ്വന്തം കാര്യം എന്നല്ലാതെ വേറൊരു വിചാരവും ഇല്ല. ബാക്കിയെല്ലാവരും പിന്നെ സർവോദയത്തിലാണ്." ഉണ്ണിമേനോൻ വിട്ടില്ല. "ഭാര്യയും പിള്ളേരും എന്നെങ്കിലും കാണുമല്ലോ. ഇതതുമില്ല, വീടില്ല, കുടുംബമില്ല, ഒറ്റത്തടി, അവനവൻ്റെ സുഖം മാത്രം." "അയാൾക്ക് 40-40 വയസ്സ് കാണണ്ടേ?" കൃഷ്ണൻകുട്ടി. "പിന്നെ ഇവിടെ ആയിട്ട് തന്നെ 7-8 കൊല്ലമായി. കണ്ടാൽ തോന്നില്ല അത്രയൊന്നും." ഉണ്ണിമേനോൻ ആ ഭാഗത്താണ് എന്നിട്ടും. "മിസ്സിസ് പണിക്കർ അങ്ങേരുടെ ബംഗ്ലാവ് കണ്ടിട്ടുണ്ടോ?" തോമസ് അവളുടെ നേർക്ക് തിരിഞ്ഞു. "ഇല്ല." "ഒന്നാന്തരം കെട്ടിടം. ടെന്നീസ് കോർട്ടും സ്വിമ്മിംഗ് പൂളും അൽസേഷ്യൻ പട്ടികളും. ഭയങ്കര ഫോം. സന്ധ്യയായാൽ ബോധമില്ലത്രേ." കൃഷ്ണൻകുട്ടി പറഞ്ഞു. "മിസ്സിസ് പണിക്കർക്ക് പിടിക്കില്ല ഇമ്മാതിരി വർത്തമാനമൊന്നും. ഉണ്ണിമേനോന് ഈ സംസാരം മതിയാക്കണമെന്നാണ്." "സാരമില്ല, ഞാനിരിക്കുന്നത് കണക്കാക്കണ്ട. ഭയങ്കരനാണ് മിസ്സിസ് പണിക്കർ. ഹോ, ഭയങ്കരൻ." "സാത്താൻ. മനഃപൂർവ്വമാണോ ആ കടലാസ്?" "എന്നാലും മോശമായിപ്പോയി." അന്ന് വൈകുന്നേരം YWCAയിൽ തിരിച്ചെത്തിയപ്പോൾ ബംഗ്ലാവിൽ നിന്ന് രാജീവിൻ്റെ സ്കൂൾ മുദ്രയുള്ള കവറിൽ എഴുത്തുണ്ട്, "ഡിയർ മിസ്സിസ് പണിക്കർ." അത് സൂപ്രണ്ടിൻ്റെയാണ്. അവർ മാസത്തിൽ 2 തവണ അയക്കുന്ന റിപ്പോർട്ട്. രാജീവിൻ്റെ കൊച്ചു തുണ്ടുമുണ്ട്. "മൈ ഡിയർ മമ്മി, ഗോട്ട് യുവർ ലെറ്റർ. താങ്ക്സ്. ഐ ആം ഓൾ റൈറ്റ്. ഹൗ ആർ യു? I had a letter from father. He sent me 3 stamps. Have you got stamp? Your affli, രാജീവ് പണിക്കർ." വരി തെറ്റാതെ ഇരിക്കാൻ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ അടുത്തിരുന്ന് എഴുതിച്ചതായിരിക്കും. രാജീവ്. അവനുണ്ടാകുന്നതിന് മുമ്പ് പെൺകുട്ടിയാവണം, ചിത്ര എന്ന് പേരിടണം എന്നാഗ്രഹിച്ചിരുന്നതാണ്. അവന് സ്റ്റാമ്പ് എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കണമല്ലോ. ഡയറക്ടർക്ക് ഇന്നലെ ഫിൻലാൻഡിൽ നിന്ന് എഴുത്തുണ്ടായിരുന്നു. അങ്ങേര് പറഞ്ഞു ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ എഴുത്തു വന്നു എന്ന്. അങ്ങോരോട് ചോദിച്ച സ്റ്റാമ്പ് തരും. പലയിടത്തു നിന്നും എഴുത്തു വരുന്നതാണ്. കഴിഞ്ഞ ആണ്ടല്ലേ യൂറോപ്പിലൊക്കെ പോയിട്ട് വന്നത്. ഛേ, ഡയറക്ടർ തിരിഞ്ഞ് പിന്നെയും അങ്ങോരുടെ അടുത്ത് തന്നെ എത്തി. മെഫിസ്റ്റോഫിലസ്, ഡാർക്ക് സിനിസ്റ്റർ. 1-2 ആഴ്ച കഴിഞ്ഞു. ഡയറക്ടറോട് സ്റ്റാമ്പ് ചോദിച്ചില്ല. ഉണ്ണിമേനോൻ്റെ അനിയന് സിലോണിലാണ് ജോലി. അയാൾ കൊടുത്തു.
2 പൊട്ട സ്റ്റാമ്പ്. അതയച്ചു. ഡയറക്ടറുടെ മുറിയിൽ പോകുമ്പോഴൊക്കെ കാണും. മേശയുടെ ഒരു ഭാഗത്ത് അടുക്കില്ലാതെ ഇട്ടിരിക്കുന്ന കടലാസുകളുടെ കൂട്ടത്തിൽ ഫിൻലാൻഡിലെ സ്റ്റാമ്പുള്ള ആ കവർ. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. എൻ്റെ മകൻ അയച്ചു കൊടുക്കാൻ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ നാവ് പൊങ്ങിയില്ല. എന്തുകൊണ്ടോ അങ്ങോരുടെ മുറിയിൽ പോകുന്നത് തന്നെ വിഷമം. അതിനകത്ത് തങ്ങി നിൽക്കുന്ന വില കൂടിയ വരവ് സിഗരറ്റിൻ്റെ ഗന്ധം, കറങ്ങുന്ന ഫാനിന് ചുവട്ടിൽ അലസമായിട്ട മുടിയുമായി അയാളുടെ ഇരിപ്പ്, പുറകിൽ കടലിൻ്റെ നിലയ്ക്കാത്ത ഇരമ്പൽ. മനുഷ്യരുടെ ഇടയിൽ നിന്നൊക്കെ വളരെ ദൂരെയാണ് താൻ എന്ന തോന്നലാണ് അതിനുള്ളിൽ കടന്നാൽ. കയറിയാൽ ഇറങ്ങുന്നതുവരെ സമാധാനമില്ല. പക്ഷേ ദിവസം 1-2 പ്രാവശ്യം വീതമെങ്കിലും പോകാതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങോരോട് ചോദിച്ചാലല്ലേ ഒക്കൂ. കാര്യം നടക്കണ്ടേ? കാര്യം നടക്കൽ മാത്രമാണോ? ഭാസ്കരൻ്റെ ഹിന്ദിപ്പാട്ടും മറ്റവരുടെ സൊള്ളലുമായി 1-2 ആഴ്ച അങ്ങനെ പിന്നെയും കഴിഞ്ഞു. മൈറ്റിൻ്റെ വളർച്ചയിലും വർധനയിലും അവൾ കുറേശ്ശെ മുഴുകാൻ തുടങ്ങുകയായിരുന്നു. 5-6 നല്ല സ്ലൈഡുകൾ ഉണ്ടാക്കി. പടം വരച്ചുകൊണ്ട് കാണിച്ചപ്പോൾ സ്ലൈഡ് കാണണമെന്നായി അങ്ങോര്. അവൾ മുമ്പേയും അയാൾ പുറകെയുമായി അവളുടെ മുറിയിലേക്ക് നടന്നു. ഭാസ്കരൻ ഇല്ല അകത്ത്. മറ്റേ 3 പേർക്കും കൂടി അങ്ങേ ഭാഗത്തെ വലിയ മുറിയാണ്. അതിനകത്ത് നിന്ന് ഇങ്ങോട്ട് കാണില്ല. അവൾ ഓരോ സ്ലൈഡായി എടുത്ത് അയാൾക്ക് നോക്കാൻ പാകത്തിൽ ശരിയാക്കി വെച്ചു കൊടുത്തു. 5 എണ്ണവും കഴിഞ്ഞു. 6ാമത്തത് വെച്ച് അവൾ മാറിയത് ഒരു നിമിഷം കൊണ്ട് തെറ്റിപ്പോയി. അവൾ തല ഉയർത്തിയതും അയാൾ താഴ്ത്തിയതും ഒരേ മുഹൂർത്തത്തിലായി. പതുക്കെ ഒരു കൂട്ടിമുട്ടൽ. രക്തം മുഴുവൻ അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറി. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ തല ഉയർത്തിയപ്പോൾ അയാൾ മുട്ടിയ ഇടം തടവിക്കൊണ്ട് നിൽക്കുന്നു. അവൾക്ക് വേദനിച്ചില്ല. അപ്പോൾ അയാൾക്കും അത്രയൊന്നും വേദനിച്ചിരിക്കാനിടയില്ല. ഐ ആം സോറി, അയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ ചിരിച്ചു. ആ ചിരിയിൽ വ്യസനമുണ്ടായിരുന്നില്ല. അവളുടെ തല പിന്നെയും താണു. കൊള്ളാം, നന്നായിരിക്കുന്നു, അഭിനന്ദനം. അയാൾ 6ാമത്തെയും നോക്കിക്കഴിഞ്ഞ് പോകാൻ തുടങ്ങുകയാണ്. അവൾ ഒന്നും മിണ്ടിയില്ല. അയാളുടെ തല തൊട്ട ഇടം പൊള്ളുന്നു എന്ന് തോന്നി. വരാന്തയിൽ നിന്ന് തോമസിൻ്റെ ശബ്ദം കേട്ടു. ഇങ്ങോട്ടുള്ള വരവാണ്. ആരെയും ഇപ്പോൾ കാണാൻ വയ്യ. അവൾ ധൃതിയിൽ മറ്റേ വരാന്തയിലേക്ക് കടന്നു. കോണി 5-6 പടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സമാധാനമായി. താഴെ വാതിൽക്കൽ കിട്ടൻ അവളെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അയാൾ അവളുമായി സൗഹാർദ്ദത്തിലാണ്. മുകളിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് കൂടെ കൂടെ ഈ മീനുകളെയും കാണേണ്ട കാര്യമുണ്ട് എന്നാണ് അയാളുടെ ധാരണ. അതിനകത്തെ ഇരുട്ടിൽ കയറി നിന്നപ്പോഴാണ് ശ്വാസം നേരെ വീണത്. നല്ല തിരക്കുണ്ട്. ക്യൂവിൻ്റെ പിന്നിലെ അറ്റത്ത് അവളും കൂടി. ആ സ്വർണ്ണമീനുകളെയും കടൽ പാമ്പുകളെയും ഒക്കെ എത്ര തവണ കണ്ടിട്ടുള്ളതാണ്. തൻ്റെ തല അയാളുടെ തലയുമായി കൂട്ടിമുട്ടിയ ഇടം ഈ ഇരുട്ടത്ത് തിളങ്ങി കാണുന്നുണ്ടോ? ഈ സ്ത്രീയെ ശ്രദ്ധിക്കുക. സാധാരണ സ്ത്രീകളെ പോലെയല്ല ഇവൾ. ഭർത്താവും മകനും ഉണ്ടായിട്ടും വേറൊരാളെ മനസ്സിൽ. ഇങ്ങനെ എടുത്തു കാണിക്കത്തക്ക വല്ലതുമുണ്ടോ എൻ്റെ മുഖത്ത്? ഇതെങ്ങോട്ടുള്ള പോക്കാണ്? കടലാമകൾ രണ്ടും കൂടി പതിവ് പോലെ യുദ്ധം നടത്തിയിരിക്കണം. അവയെ ഇട്ടിരിക്കുന്ന ചില്ലുമുറി മുഴുവൻ രക്തമാണ്. കടലാമകളെ, നിങ്ങൾക്ക് ഞങ്ങൾ മനുഷ്യരെ പോലെ പ്രശ്നങ്ങളില്ലല്ലോ. പിന്നെ എത്ര പതുക്കെ നിന്നിട്ടും നടന്നു നടന്ന് വാതിലിൻ്റെ അടുത്തായി. ഇറങ്ങുകയോ അതോ ഒരു വട്ടം കൂടി ചുറ്റുകയോ? ഒരു കൂട്ടം പുതിയ ആളുകളെ കയറ്റിവിടാൻ കിട്ടൻ വാതിൽ തുറന്നു. അവൾ പുറത്തേക്ക് പോന്നു. ഇനി എന്തു ചെയ്യും? ആ മൈക്രോസ്കോപ്പിൻ്റെ മൂട്ടിലേക്ക് പോവുകയോ? വയ്യ. അവൾ മുറ്റത്തേക്കിറങ്ങി. മണി 3 വെയിൽ താണില്ല. കടൽപ്പുറത്തെങ്ങും തണൽ കാണില്ല. എന്നാലും സാരമില്ല. കോളേജ് കുട്ടികൾ ആണെന്ന് തോന്നിയ ഒരു കൂട്ടം കരക്കു കയറ്റിയ ഒരു കെട്ടുവള്ളത്തിൻ്റെ തണലിൽ കപ്പലണ്ടിയും കുറച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു വഞ്ചിയുടെ അടുത്ത് അവളും ചെന്നിരുന്നു. പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു വെയിലത്ത് കുടയും പിടിച്ച് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. അന്ന് രവിയുണ്ടായിരുന്നു കൂടെ. വീട്ടിൽ വഴക്കു മൂത്തിരുന്ന സമയം രവിക്കു കാണണം എന്നു പറഞ്ഞ് കുറിപ്പ് കൊടുത്തയച്ചു. താനാണ് സമയം പറഞ്ഞത്. വരികയും ചെയ്തു.
എന്തു തൻ്റെടമായിരുന്നു അന്ന്! ആ തൻ്റെടത്തിൻ്റെയും വാശിയുടെയും ഫലം ഒറ്റ പിടി പിടിച്ചു നിന്നാണ് രവിയെ കല്യാണം കഴിച്ചത്. അന്നിങ്ങനെ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ വാശി ചേടത്തിയമ്മ പ്രസവിച്ചെണീറ്റു വന്ന് രവിയെ അങ്ങനെ പുച്ഛിച്ച് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ താൻ ഇത്ര നിർബന്ധം പിടിക്കുമായിരുന്നു? നെല്ലുകുത്തിക്കാരിയുടെ മോനാണ്, സമ്മതിക്കില്ല എന്ന് അവർ പറഞ്ഞു. രവിയുടെ അമ്മൂമ്മയും കൂടെ അവരുടെ വീട്ടിൽ പണിക്കു ചെന്നിട്ടുണ്ടത്രേ. സമ്മതിക്കില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. അപ്പോഴാണ് വാശി കയറിയത്. അവരാര് സമ്മതിക്കാനും സമ്മതിക്കാതിരിക്കാനും? അച്ഛനും അമ്മയുമാണെങ്കിൽ അവർക്ക് പറയാൻ അധികാരമുണ്ട്. അവരില്ല. പിന്നെ ചേട്ടന്മാരും ചേട്ടത്തിയമ്മമാരും കൂടി എത്ര കണ്ട് നോക്കിയെന്ന് അറിയാവുന്നതാണല്ലോ. പറയാൻ അവർക്ക് ഒരു കാര്യവുമില്ല. അവരോടുള്ള വൈരാഗ്യമായിരുന്നു വാസ്തവത്തിൽ. രവി അടുത്ത ലോഡ്ജിൽ താമസമായിരുന്നു. കണ്ടിട്ടുണ്ട് എന്നൊക്കെ അല്ലാതെ നേരെ സംസാരിച്ചിട്ട് പോലുമില്ലായിരുന്നു. സാധാരണ രീതിക്ക് വന്ന ഒരു വിവാഹാലോചന. ഒരു പ്രത്യേകതയുമില്ലായിരുന്നു. ആ ചേട്ടത്തിയമ്മ ഇടങ്കോലിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നില്ല എന്ന് കൂടി വന്നേനെ. അശേഷം നിർബന്ധമില്ലായിരുന്നു തനിക്കതുവരെ. അവരുടെ വർത്തമാനം കേട്ടപ്പോൾ നിശ്ചയിച്ചു, ഇത് നടത്തിയേ അടങ്ങൂ എന്ന്. വല്യേട്ടൻ്റെ മുറിയിൽ ചെന്ന് അന്ന് പറഞ്ഞത്, മര്യാദയ്ക്ക് നടത്തി തന്നോളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. വാക്കുകൾ ഇതല്ലായിരുന്നെങ്കിലും ഇതായിരുന്നു അടിയിൽ. ചെന്നു പറയുന്നതിൻ്റെ തലേ ദിവസമാണ് രവി എഴുത്തു കൊടുത്തയച്ചിട്ട് ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞത്. ആളില്ലാത്ത കടപ്പുറത്ത് നട്ടുച്ചയ്ക്ക് അടുത്തടുത്ത് 2 മണിക്കൂറോളം കുത്തിയിരുന്ന് പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ടാക്കിയിട്ടും തലനാര് പോലും ഒന്ന് തൊട്ടില്ല രവി. എന്നിട്ട് ആ രവിയോടാണിപ്പോൾ, ഈശ്വര, ഇതെങ്ങോട്ടുള്ള പോക്കാണ്? അന്നും ഇന്നും ഒരിക്കലും രവിയുടെ അടുത്ത് പ്രത്യേകമായ വികാരമൊന്നും തോന്നിയിട്ടില്ല. വാശി ഒരു വശത്ത്, ബഹുമാനവും മതിപ്പും വേറൊരു വശത്ത്. ഇതുപോലെ നേരെ നോക്കാൻ വയ്യായികയോ മറ്റോ ഒരിക്കലും രവിയുടെ അടുത്ത് തോന്നിയിട്ടില്ല. 8 കൊല്ലത്തെ വിവാഹ ജീവിതം, 7 വയസ്സായ ഒരു മകൻ. എന്നിട്ടിപ്പോൾ ഒരു മനുഷ്യന് ചുരുണ്ട മുടിയുള്ളതുകൊണ്ട്, കൂട്ടിത്തൊടണമോ എന്ന് സംശയിച്ചു നിൽക്കുന്ന കനത്ത പുരികങ്ങൾക്കു താഴെ അയാൾക്ക് അറ്റം തുടുത്ത വലിയ കണ്ണുകളുള്ളതുകൊണ്ട്, അയാളുടെ ഇരുണ്ട മുഖത്ത് നനുത്ത മീശ ആകർഷകമായതുകൊണ്ട്, അയാൾക്ക് കൊച്ചരിപ്പല്ലുകൾ കാട്ടി ചിരിക്കാൻ അറിയാവുന്നതുകൊണ്ട്, അയാൾക്ക് ചടച്ചു നീണ്ട വിരലുകളുള്ളതുകൊണ്ട്, അയാൾക്ക് ഇരുമ്പിൻ്റെ ബലമുണ്ടെന്ന് കണ്ടാൽ തോന്നുന്നതുകൊണ്ട്, പുരുഷന്മാരെ കാണാതെ അകത്തമ്മയായി കഴിഞ്ഞതൊന്നുമല്ല. എത്ര പേരുടെ കൂടെ ടെന്നീസ് കളിച്ചിരിക്കുന്നു, എത്ര പേരുടെ കൂടെ പാർട്ടിക്കിരുന്നിരിക്കുന്നു. എന്നിട്ട് മധ്യവയസ്സിൻ്റെ ചാബല്യം, അണയാൻ പോകുന്ന യുവത്വത്തിൻ്റെ വൈകൃതങ്ങൾ. മധ്യവയസ്സായില്ലല്ലോ തനിക്ക്. അണയാൻ പോകുന്ന യുവത്വം, അങ്ങനെ അല്ലല്ലോ കണ്ണാടി പറയാറ്. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം! തനിക്ക് അച്ഛനും അമ്മയും ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ ഈ 8 കൊല്ലം കൊണ്ട് തനിക്കൊരു വീട് ഉണ്ടാക്കാമായിരുന്നില്ലേ? അതല്ല ചെയ്തത്. സൊസൈറ്റി ലേഡിയാവാൻ നടന്നു. കമ്പനിയിലെ ഫാമിലി ക്വാർട്ടേഴ്സിൽ വച്ച് തൻ്റേതായിരിക്കണം ഏറ്റവും മുമ്പിൽ. ഏറ്റവും നല്ല കുഷനുകൾ, ഏറ്റവും പുതിയ മട്ടിലുള്ള അടുക്കള, ഏറ്റവും നന്നായി ഉടുത്തൊരുങ്ങിയിരിക്കണം, ഏറ്റവും പരിഷ്കാരിയായിട്ട് പെരുമാറണം എന്നും. വൈകുന്നേരമായാൽ പാർട്ടികൾ, ക്ലബ്ബ്, ടെന്നീസ്. മകനും അതുപോലെ പരിഷ്കാരിയാവാൻ വേണ്ടി മാസാമാസം വലിയ തുക ചിലവാക്കി അവനെ ബോർഡിങ്ങിൽ ആക്കി. ഇതല്ലാതെ ഒരു വീട് താൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ രവി ഷീമയിലും മകൻ ബാംഗ്ലൂരുമായിരിക്കുമ്പോൾ എന്തൊരധപ്പതനം! ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് എന്ത് കാര്യം? ഔസേപ്പിന് വാതിൽ പൂട്ടിപ്പോകണമായിരിക്കും. അവൾ എഴുന്നേറ്റ് തിരിച്ചു നടന്നു. ശബ്ദമുണ്ടാക്കാതെ കോണി കയറി മുറിയിൽ ചെന്ന് എല്ലാം പെറുക്കി വെച്ച് കുടയും എടുത്തു പോന്നു. ഭാസ്കരൻ മാത്രമേ കണ്ടുള്ളൂ. അയാൾക്ക് അതും ഇതും ചോദിക്കുന്ന സ്വഭാവമില്ല. ബസ്സിറങ്ങി 2 അടി നടന്നാൽ മതി ഹോസ്റ്റലിലേക്ക്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു സ്റ്റേഷനറി പീടികയുണ്ട്, എന്നും കാണുന്നതാണ്. അവൾ അങ്ങോട്ട് കയറി. മേശപ്പുറത്ത് ഫോട്ടോ വയ്ക്കുന്ന സ്റ്റാൻഡുണ്ടോ? അധികം തിരയേണ്ടി വന്നില്ല. പാകത്തിനൊരെണ്ണം കിട്ടി. അവൾ മുറിയിൽ കയറിയ ഉടൻ സാരി മാറുന്നതിനോടുകൂടി മുമ്പ് പെട്ടി തുറന്ന് ആൽബം എടുത്ത്, ഏതാണ് വേണ്ടത്? രവി പോകാൻ സമയത്ത് എടുത്തത് മതി. 3 പേരും കൂടി എടുത്തതാണ്. അവൾ ആ പടം ഇളക്കിയെടുത്തു.
ഫ്രെയിമിനകത്ത് കയറ്റി മേശമേൽ കട്ടിലിൻ്റെ തലയ്ക്കൽ കിടന്നാൽ കാണുന്ന വിധം വെച്ചു. അതെ, താൻ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് ഒടുക്കവും ഉണർന്നാൽ ആദ്യവും കാണേണ്ടത് ഇവരുടെ മുഖമാണ്. ഇവരാണ് തൻ്റെ പുരുഷന്മാർ. പിറ്റേന്ന് അവൾ പോയില്ല. ലീവ് എഴുതി കൊടുത്തയച്ചു. എത്ര ദിവസം പോകാതെ ഇരിക്കാം? പോകാതിരുന്നിട്ട് എന്താണ് കാര്യം? എവിടെ തുടങ്ങിയാലും ആലോചന ചെന്നെത്തുന്നത് ഈ ഒരിടത്തു തന്നെ. അടുത്ത ദിവസം അവൾ പോയി. അവളെ ആളയച്ച് വിളിപ്പിച്ചു മുറിയിൽ. കാര്യം മാത്രം പറഞ്ഞു. അങ്ങേയറ്റത്തെ മര്യാദ. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. കാലത്ത് ചെന്നാൽ ഇതുതന്നെ ശ്രദ്ധ. താഴെ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? മിക്ക ദിവസവും ആ സമയത്ത് മത്സ്യം കാണാൻ വരുന്നവരുടെ കാറുകളുടെ ബഹളമാണ്. പക്ഷേ ഏതു ബഹളത്തിലും ഈ ഹോൺ തിരിച്ചറിയാം. ആ ഡോർ അടയുന്ന ശബ്ദം കൂടി കേട്ടാൽ മനസ്സിലാകും. തന്നെത്താനാണ് ഡ്രൈവ് ചെയ്യുക. ശബ്ദം കേൾക്കുമ്പോഴേക്കും ഔസേപ്പ് ഓടിച്ചെല്ലും. പിൻസീറ്റിൽ പുസ്തകങ്ങളും ഫയലും മറ്റും കാണും. മറ്റേ അറ്റത്താണ് മുറി. കോണിയുടെ തൊട്ട് കയറി വരുന്ന ശബ്ദം കേൾക്കില്ല. പക്ഷേ കാറിൻ്റെ ശബ്ദത്തിൽ അറിയാം വന്നോ ഇല്ലയോ എന്ന്. ചിലപ്പോൾ 11-11:30 വരെ താമസിക്കും വരാൻ. അതുവരെ വേറെ ഒന്നിലും മനസ്സ് നിൽക്കില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാരണമുണ്ടാക്കി ആ മുറി വരെ ഒന്ന് പോകണം. ഒരു ദിവസം അദ്ദേഹം ലീവ് എടുത്തു. അന്നാണ് എവിടം വരെ ആയി എന്ന് മനസ്സിലായത്. 10:30 കഴിഞ്ഞു, 11:30 കഴിഞ്ഞു. വരുന്ന ശബ്ദമില്ല. ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. എന്തു പറ്റിയെന്ന് ആരോട് ചോദിച്ചാലാണ് അറിയുക? നേരത്തെ വന്നുവോ? താൻ അറിയാഞ്ഞിട്ടാണോ? അവൾ മുറി വരെ ചെന്ന് നോക്കി. ഇല്ല, വാതിൽ പൂട്ടിക്കിടക്കുന്നു. മടങ്ങി വരുമ്പോൾ വരാന്തയിൽ ഔസേപ്പിനെ കണ്ടു. ഇയാൾക്ക് അറിയാമായിരിക്കും. ഔസേപ്പ്, ഡയറക്ടർ വന്നില്ലേ? ഇല്ല, ഇന്ന് വരില്ല, പനിയാണ്. കൂടുതലൊന്നുമില്ലല്ലോ? നീരിളക്കം മാത്രമേ ഉള്ളൂ. അന്ന് 4 മണിവരെ അവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. മനസ്സ് നിർത്താൻ കഴിഞ്ഞാലല്ലേ പണി നടക്കൂ. ഹോസ്റ്റലിൽ മടക്കിച്ചെന്ന് അവൾ രവിയുടെയും രാജീവിൻ്റെയും കൂടെയുള്ള ആ ഫോട്ടോ എടുത്ത് മടിയിൽ വച്ച് അതിൽ തന്നെ നോക്കിയിരുന്നു കുറേ നേരം. ഇതല്ലായിരുന്നു മേശപ്പുറത്ത് വെക്കേണ്ടിയിരുന്ന പടം. ഇത് രവി പോകാൻ നേരത്തെ എടുത്തതാണ്. രവി കയറി വണ്ണം വെച്ചതിന് ശേഷം, കഷണ്ടി തലയുടെ പകുതി ആക്രമിച്ചതിന് ശേഷം കല്യാണപ്പടം മതിയായിരുന്നു. അതിൽ രവിയും. അവൾ ആൽബത്തിൽ നിന്ന് ആ പടം ഇളക്കിയെടുത്തു. ഫ്രെയിമിലെ ഫോട്ടോ മാറ്റി ആ സ്ഥാനത്ത് വെച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇതിൽ രാജീവില്ല. അവൾ അവൻ്റെ ഒരു നല്ല സ്നാപ്പ് തിരഞ്ഞെടുത്ത് മറ്റേ പടത്തിൻ്റെ മുകളിൽ ഒരു മൂലയിലായിട്ട് അത് തിരുകി വെച്ചു. ഫോട്ടോ മേശപ്പുറത്ത് ചെരിച്ചു വെച്ച് അതിൻ്റെ കാൽക്കൽ ലെറ്റർ പാഡ് നിർത്തിയിട്ട് അവർ രവിക്ക് എഴുതാനിരുന്നു. ഡിയർ ഡാർലിംഗ് ഓഫ് മൈ ഹാർട്ട്. എന്താണ് എഴുതുക? ഇവിടെ ഞാനൊരു പുരുഷനിൽ ഭ്രമിച്ചിരിക്കുകയാണ്. എന്നെക്കൊണ്ട് ഇത് ചെറുക്കാനാവുന്നില്ല. ഞാൻ ശ്രമിക്കായികയല്ല രവി. എൻ്റെ കാലിനടിയിലെ മണ്ണുകൂടി ഈ ഒഴുക്കിൽ ഒലിച്ചു പോവുകയാണ്. എന്നോ? പ്രിയപ്പെട്ടവനെ വരൂ, ഒന്നു കാണാൻ കൊതിക്കുകയാണ് ഞാൻ. എന്നോ? രവി വരില്ല. നിമ്മി, നിനക്ക് പറയൽ എളുപ്പം കഴിയും. അങ്ങ് എത്തണമെങ്കിൽ 10,000-2000 രൂപ ചിലവാണ്. അതെവിടെ നിന്നുണ്ടാകും? രാജീവിന് അയക്കാൻ തന്നെ കഷ്ടിയാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. നീ കൊച്ചുകുട്ടിയാണോ ഈ മാതിരി വിഡിത്തമൊക്കെ എഴുതി അയക്കാൻ? എന്തൊരു കമ്പം! നിനക്കൊരു ബാലൻസ് ഇല്ല അല്ലെങ്കിലും. കീപ് യുവർ സെൽഫ് ഒക്യുപ്പൈഡ് ബോഡി ആൻഡ് മൈൻഡ്. എന്നാൽ പിന്നെ ഇമാതിരി വിഡിത്തത്തിനൊന്നും സമയമുണ്ടാവില്ല. അതുതന്നെയായിരിക്കും മറുപടിയുടെ മട്ട്. ആഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച വൈകുന്നേരം സമയം വെച്ച് ഭാര്യയ്ക്ക് എഴുത്തെഴുതുന്ന ആളാണ് രവി. ഇല്ല, അവിടെ നിന്ന് എനിക്ക് രക്ഷയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ചിലപ്പോൾ അവൾ ആലോചിച്ചു പോകും, തൻ്റെ പരിചയക്കാരിൽ എത്രയോ പേർക്ക് ഇങ്ങനെ ഓരോ അഫെയർ ഉള്ളതായിട്ട് തനിക്കറിയാം. പിന്നെ താൻ മാത്രം ഇത്രയ്ക്ക് പരിഭ്രമിക്കുന്നത്? ഭർത്താവ് 2000 നാഴിക ദൂരെ തനിച്ചു കിടക്കുമ്പോൾ രവിക്ക് വേറെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും. പാവം രവി. 7 വയസ്സുള്ളൊരു മകൻ. 5-8 കൊല്ലം കൂടി കഴിഞ്ഞാൽ അവൻ. ഈശ്വര. ഒരു ശനിയാഴ്ചയായിരുന്നു.
ഭാസ്കരൻ ഡൽഹിയിൽ സയൻസ് കോൺഗ്രസിന് ഡെലിഗേറ്റായി പോയിരിക്കുകയാണ്. അയാളുടെ ഒരു പേപ്പർ വായിക്കുന്നുണ്ട്. തോമസ് ഉച്ചയ്ക്ക് പോയിട്ട് വന്നില്ല. മറ്റവർ രണ്ടുപേരും അവരുടെ മുറിയിൽ തിരക്കിട്ട് പണിയാണ്. അവൾ ഒരു സംശയവും കൊണ്ട് ഡയറക്ടറുടെ മുറിയിൽ ചെന്നു. തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഒരു പടം വരച്ച് വിവരിച്ചു തരികയാണ്. നേരെ കാണാൻ വേണ്ടി അവൾ എഴുന്നേറ്റ് മേശമേൽ കൈയൂന്നി കുനിഞ്ഞു നിൽക്കുകയും. അയാളുടെ ശബ്ദം നിലച്ചത് അവൾ പെട്ടെന്നാണ് അറിഞ്ഞത്. അവൾ തല ഉയർത്തിയില്ല. അയാളുടെ ഇടതുകൈ അവൾ മേശമേൽ കൈ ഊന്നിയിരിക്കുന്നതിൻ്റെ അകലെയല്ലാതെ അലസമായി കിടക്കുകയാണ്. ഇരുണ്ട് മെലിഞ്ഞ് നീണ്ട വിരലുകൾ. 5 തലയുള്ള സർപ്പം. പെട്ടെന്ന് അയാളുടെ കൈ അവളുടെ വെളുത്തു കൊഴുത്ത കൈക്കു മുകളിലായി. അവൾ അറിയാതെ കൈ മലർന്നു. ആ ശക്തിയുള്ള പിടുത്തത്തിൽ അവളുടെ പതുപതുത്ത കൈ ഒരു നിമിഷത്തേക്ക് അമർന്നു. അവൾ കൈ കുതറി വലിച്ചു. പുറത്തേക്കോടി. കോണിപ്പടി ഇറങ്ങുമ്പോഴും ആരും കണ്ടില്ല. താഴത്തെ തിരക്കിനിടയിൽ കൂടി തല ഉയർത്താതെ നടന്ന് അവൾ റോഡിലേക്കിറങ്ങി. ഒരു ബസ് കിടപ്പുണ്ട്. അവൾ കയറിയിരിക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ഓടാൻ. കടപ്പുറത്തെ ഇരമ്പിപ്പായുന്ന കാറ്റിൻ്റെ അലർച്ചയ്ക്കിടയിൽ അവൾ ഒരു കൈകൊണ്ട് തല താങ്ങി സീറ്റിൻ്റെ മൂലയിലേക്ക് ഒതുങ്ങിയിരുന്നു. ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞിട്ടാണ് ഉണർന്നത്. തിരിച്ചു നടക്കേണ്ടി വന്നു. മുറിയിൽ കടന്ന് വാതിലും കുറ്റിയിട്ട് നിൽക്കുമ്പോൾ മണി 4 അടിക്കുന്നത് കേട്ടു. എത്ര നേരം ആ കൊച്ചു മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിച്ചു എന്നറിയില്ല. അടുത്ത തിയേറ്ററിൽ നിന്ന് ഉറക്കെ പാട്ടു കേട്ടു. മാറ്റിനി കഴിഞ്ഞു. അവൾ മേശയ്ക്കടുത്ത് ചെന്നു. മകൻ്റെയും ഭർത്താവിൻ്റെയും പടമുള്ള ആ സ്റ്റാൻഡ് മാറോടടക്കി പിടിച്ച് മുട്ടുകുത്തി നിന്നു. എൻ്റെ മകനെ, നീ മാത്രമേ ഉള്ളൂ എനിക്കൊരു രക്ഷ. അവൾ എഴുന്നേറ്റ് സൂട്ട് കേസ് എടുത്ത് മുമ്പിൽ തുറന്നു വച്ചു. 3-4 സാരിയും ബ്ലൗസുമെല്ലാം ധൃതിയിൽ പെറുക്കി അതിനകത്താക്കി. 6:30 വണ്ടി. ഉടനെ പോയെങ്കിലേ കിട്ടൂ. തലേ ദിവസം സ്റ്റൈപ്പൻഡ് കിട്ടിയതാണ്. ദൈവാധീനം. ബാഗിൽ പണമുണ്ട്. അവൾ മുറി പൂട്ടി താക്കോൽ മേട്ടനെ ഏൽപ്പിക്കാൻ പോയി. അവർ മുൻവശത്തെ മുറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോവുകയാണ്. മിസ് ജോർജിനെ കണ്ടില്ല. ഒന്ന് പറഞ്ഞേക്കുമോ? താമസിച്ചാൽ എനിക്ക് ട്രെയിൻ തെറ്റും. എന്താ വിശേഷിച്ച്? എൻ്റെ മോന് നല്ല സുഖമില്ല എന്ന് എഴുത്തു വന്നു. അവിടെയും ഇവിടെയും നിന്നിരുന്നവർ ഒക്കെ എത്തി. എന്താ, അധികമൊന്നുമില്ലല്ലോ? എൻ്റെ മകനെ, നിനക്ക് അസുഖമൊന്നുമില്ലാതിരിക്കട്ടെ. ഇല്ല, അധികമൊന്നുമില്ല. ഞാൻ ചെല്ലണമെന്ന് അവൻ എഴുതിയിരിക്കുന്നു. തന്നെയല്ലേ അവിടെ? എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇനിയും വർത്തമാനം പറഞ്ഞു നിന്നാൽ വണ്ടി തെറ്റും. പെട്ടിയെടുക്കാൻ മത്തായിയെ കൂടി വിളിക്കാമായിരുന്നില്ലേ? വിളിച്ചില്ല. മത്തായി. തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന അവൻ ഓടി വന്നു. ദേ, ഇതൊന്ന് എടുത്തോളൂ. സ്റ്റേഷൻ വരെ ഒന്ന് കൂടെ ചെല്ലൂ. വണ്ടി പോകാറായി നിൽക്കുന്നു. ടിക്കറ്റ് വാങ്ങി സ്ത്രീകളുടെ ഒരു മുറിയിൽ കയറി. വണ്ടി നീങ്ങുകയും ചെയ്തു. അവൾ ഒരു മൂലയിൽ കൂടി. എതിരെ ഇരുന്ന ഒരു സ്ത്രീ ഇരയെ കിട്ടിയ സന്തോഷത്തോടെ വർത്തമാനം തുടങ്ങി. മകൻ അവിടെ ബോർഡിങ്ങിൽ ചേർന്ന് പഠിക്കുകയാണ്. അവനെ കാണാൻ പോകുകയാണ്. ഇവരോട് ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. കോളേജിലാണോ കുട്ടി? അല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. തന്നെ നിന്നോളുമോ അമ്മയെ കാണാതെ? എന്തു പ്രായമായി? 7 വയസ്സ്. 7 വയസ്സോ? എൻ്റെ കുട്ടപ്പൻ 7 വയസ്സുള്ളപ്പോഴൊക്കെ എൻ്റെ കൂടെ കിടത്തിയില്ലെങ്കിൽ ഉറങ്ങില്ല എന്നായിരുന്നു. ഇത് നിങ്ങളുടെ കുട്ടപ്പനല്ല, എൻ്റെ രാജീവാണ് എന്ന് പറയണമെന്ന് തോന്നി. പറഞ്ഞില്ല. ചിരിക്കുക മാത്രം ചെയ്തു. ഭർത്താവുണ്ടോ കൂടെ? ഇല്ല. തന്നെയുള്ളൂ? അതെ. ശീലായ പിന്നെ ഇതിനൊന്നും വിഷമമില്ല. അവളൊന്നും മിണ്ടിയില്ല. ഭർത്താവിന് എന്താ ജോലി? ഇവിടെയില്ല, ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലോ? അതെ. ജോലിയോ? പഠിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ താമസമാണ്. ഭർത്താവിനെയും മോനെയും ഒക്കെ ഓരോടത്ത് പറഞ്ഞയച്ച്. അതുതന്നെയാണ് താൻ ചെയ്യുന്നത്. ഭഗവാനെ, ഈ സ്ത്രീ. ഇവിടെ എവിടെയാ? അമ്മയുടെ കൂടെയാ താമസം? അവസാനത്തെ വിധി പറയൽ ദിവസം നിർദ്ധയനായ ന്യായാധിപൻ്റെ മുമ്പിൽ ഇതുപോലെ ഉത്തരം പറയേണ്ടി വരുമ്പോൾ, കണക്ക് മുഴുവൻ തീർത്ത് വരവും ചിലവും തിട്ടപ്പെടുത്തുമ്പോൾ. വണ്ടി നിന്നു. ഒരു പുതിയ ആൾ വന്ന് അടുത്തിരുന്നു. പ്രശ്നാവലി അവരുടെ നേർക്കായി. രക്ഷയായി. രക്ഷയാണോ?
അവർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ അവയ്ക്ക് എന്തുത്തരം പറയണമെന്നുള്ള ആലോചനയിലായിരുന്നു മനസ്സു മുഴുവൻ. വേറെ ഒന്നിനെപ്പറ്റിയും ആലോചിക്കാൻ സമയമില്ല. ചോദ്യങ്ങൾ നിലച്ചു. ഉള്ളിൽ പിന്നെയും കൊടുങ്കാറ്റായി. തൃശ്ശിനാപ്പള്ളിയിലിറങ്ങി അസമയത്ത് കാത്തുനിന്ന് വണ്ടി മാറിക്കയറുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് മനസ്സിന് സ്വസ്ഥതയായിരുന്നു. പരിചയമില്ലാത്ത സ്ഥലം, രാത്രി സമയം, ഉണർവോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. പാഴ്ചിന്തകൾക്ക് ഇടമില്ല. 2 സ്റ്റേഷൻ കഴിഞ്ഞ് 4-5 ആളിറങ്ങി സ്ഥലം ഒഴിഞ്ഞു കിട്ടുന്നതുവരെ നിൽക്കേണ്ടി വന്നു. അത്രയ്ക്ക് തിരക്കാണ് വണ്ടിയിൽ. കിടക്കാൻ സ്ഥലം കിട്ടിയില്ല. വെളുപ്പാങ്കാലമായപ്പോൾ ചാരിയിരുന്നൊന്നു മയങ്ങി. കണ്ണുമിഴിച്ച് വിശക്കുന്നു എന്ന തോന്നലോടെയാണ്. നേരം നല്ലപോലെ വെളുത്തു. തലേന്ന് ഉച്ചയ്ക്കു ശേഷം ഒന്നും കഴിച്ചതല്ല. മകൻ എന്ന രക്ഷാസ്ഥാനം അടുത്തു എന്ന വിചാരത്താൽ ഭക്ഷണത്തിൻ്റെ ഓർമ്മ വന്നു. അവൾ എഴുന്നേറ്റു. തിരക്ക് വളരെ കുറവുണ്ട്. ബ്രഷും പേസ്റ്റും ഒന്നും എടുത്തിട്ടില്ല. എല്ലാം മറന്നു. അവൾ മുഖം കഴുകി വന്ന് ഒരുവിധം പറഞ്ഞൊപ്പിച്ച് 1 ഗ്ലാസ് കാപ്പിയും 2 ദോശയും വാങ്ങിക്കഴിച്ചു. മലയാളം അറിയാവുന്നവർ ആരുമില്ല മുറിയിൽ. ആരോടെങ്കിലും സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. നിവൃത്തിയില്ല. കടും നിറമുള്ള ചേല ചുറ്റിയ തമിഴരും കർണാടകക്കാരുമാണ് മുറി മുഴുവൻ. അവളും അവളുടെ ചിന്തകളും തനിച്ചായി. ബാംഗ്ലൂർ എത്തിയപ്പോൾ ഉച്ച ആവാറായി. അവൾ കയ്യിൽ ഹാൻഡ് ബാഗ് തൂക്കി മറ്റേ കയ്യിൽ സൂട്ട്കേസ് താങ്ങി പുറത്തേക്ക് കടന്നു. മകൻ്റെ സ്കൂളിൻ്റെ പേർ പറഞ്ഞു കൊടുത്തു. ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. സ്കൂൾ കെട്ടിടത്തിലാണ് ആദ്യം ചെന്നത്. കുട്ടികൾ ഇടനേരത്തിന് വിട്ട് ഹോസ്റ്റലിലാണ്. ആ കെട്ടിടം കണ്ടുപിടിച്ച് അവിടുത്തെ ഗേറ്റ് കീപ്പറെ പിടികൂടി മേട്ടറിനെ വിളിക്കാൻ പറഞ്ഞേൽപ്പിച്ചപ്പോഴേക്കും സ്കൂളിൽ മണിയടിക്കുന്നത് കേട്ടു. അവൻ പോകുമോ? ഇനിയും കാണാനൊക്കില്ലേ? ഒരു 15 മിനിറ്റ് അവരുടെ ഹാളിൽ കാത്തിരിക്കേണ്ടി വന്നു മേട്ടൻ വരാൻ. കാണേണ്ടത് അത്യാവശ്യമാണ്, കൂടിയേ തീരൂ എന്ന് അവൾ നിർബന്ധമായി പറഞ്ഞിട്ടേ അവർ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് വിളിപ്പിക്കാമെന്ന് ഏറ്റുള്ളൂ. ഇരുന്നിരുന്ന് മടുത്തു തുടങ്ങിയപ്പോൾ അവൻ വന്നു. കാക്കി ട്രൗസറും കാക്കി ഷർട്ടും പച്ച ടൈയും സ്കൂൾ ബാഡ്ജും. അവളുടെ പൊന്നുമകൻ. അവൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ അടുത്തെത്തി. കൈനീട്ടി. ഓ മമ്മി, ഹൗ ആർ യു? അവൻ ചെറുതായി പുഞ്ചിരിച്ചു. വലതുകൈ നീട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. അവനെ വാരിയെടുത്ത് മാറോട് ചേർക്കാൻ കൊതിച്ച്. യു ആർ എ ബ്രിക്ക് ടു ഹാവ് കം ജസ്റ്റ് നൗ. മോം, ഐ വുഡ് ഹാവ് കോട്ട് ഇറ്റ് ഫ്രം ഓൾഡ് ഗോഷ് ദിസ് പീരിയഡ്. പീരിയഡ് കോൾ മീ എ ലക്കി ഗൈ. താൻ വയറ്റിൽ ചുമന്നു മാറത്ത് വളർത്തിയ കുഞ്ഞാണോ ഇത്? എന്തു ക്ലാസ്സാണ്? ഡിറ്റേഷൻ. ഐ ഗോ റോങ് ഓൾവേസ്. മലയാളം പറയൂ മോനെ. യു ആർ ഫൈൻ ഫോർ ടോക്കിംഗ് വെർനാക്കുലർ ഹിയർ. 4 annas ഫ്രം യുവർ പോക്കറ്റ് മണി ഇഫ് യു ആർ കോട്ട്. ഞാനും നീയും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. യു ക്യാൻ ബി ഷുവർ. ടോക്ക് ഇൻ ഇംഗ്ലീഷ് രാജീവ്. ആ ശീലം വരട്ടെ. യു ഹാവ് ടു ലേൺ ഇറ്റ്. ഞാൻ തന്നെയാണ് പറഞ്ഞ് അവനെ പഠിപ്പിച്ചത്. പീറ്റർ ആരാണ്? പീറ്റർ സക്കറിയ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹിയർ ബോയ് ഇൻ അവർ ഫ്രം. സൂപ്രണ്ട് കയറി വന്നു. അമ്മയും മകനും കൂടി ഇത്രയും നേരം വർത്തമാനം പറഞ്ഞാൽ മതി എന്നായിരിക്കും അയാളുടെ അഭിപ്രായം. Can I take him with me? I shall bring him back tomorrow in time for class. Oh, we have a feast here tonight. But of course, if you are a particular. അയ്യോ, ഇന്ന് രാത്രി ഞാൻ പീറ്ററിനോട്. അവൻ മലയാളമാണ് പറയുന്നത്. നിനക്ക് ഇവിടുത്തെ ഫീസ്റ്റിനുള്ളതെല്ലാം ഞാൻ വാങ്ങിച്ചു തരാം. അതല്ല പീറ്റർ. പീറ്ററിന് എന്തു പറ്റി? മാജിക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു പീറ്റർ. അത് നാളെ ആവാമെന്ന് പറയൂ. ഇത് മൂൺലൈറ്റ് ഫീസ്റ്റാണ്. നിലാവത്തെ മാജിക് കാണിക്കാൻ പറ്റുള്ളൂ. ഇനിയും വരുമല്ലോ മൂൺലൈറ്റ് ഫീസ്റ്റ്. മാസത്തിൽ ഒന്നുണ്ടല്ലോ. അയ്യോ, പീറ്റർ പിണങ്ങും. ഞാൻ പിന്നാലെ നടന്നിട്ടാണ് കാണിച്ചു തരാമെന്ന് സമ്മതിച്ചത്. എന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ. അവനെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് വിട്ടു പോകുമ്പോൾ, അമ്മേ എന്നെയും കൂടി കൊണ്ടുപോകൂ, ഞാൻ അവിടെ പഠിച്ചോളാം, എനിക്ക് വയ്യ തന്നെ. നീ നന്നായി വരാനാണ് മോനെ. ബി എ മാൻ സൺ. അവൻ്റെ കുഞ്ഞിക്കൈകൾ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി അവനെ നീക്കി നിർത്തി ഇറങ്ങിപ്പോയി.
ഇന്നിപ്പോൾ താൻ യാചകിയായി വന്നപ്പോൾ. അല്ലെങ്കിൽ അമ്മ പോണ്ട, ഇവിടെ താമസിച്ചോളൂ. മിസ്റ്റർ ഓസ്റ്റിനോട് ചോദിച്ചാൽ മതി സമ്മതിക്കുമോ എന്ന്. ഐ ആം എഫ്രൈഡ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട്. മിസ്സിസ് പണിക്കർ, ദർ ഈസ് നോ റൂം ടു ഓഫർ യു. ഐ ആം വെരി സോറി. മിസ്റ്റർ ഓസ്റ്റിൻ മലയാളി ചട്ടക്കാരനാണ്. അയാൾക്ക് എല്ലാം മനസ്സിലായി. തൻ്റെ മകന് തൻ്റെ ആവശ്യമില്ലാതായിരിക്കുന്നു. അവന് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് താൻ അവൻ്റെ കൂടെ നിന്നില്ല. ഇപ്പോൾ തനിക്ക് ആവശ്യം വന്നപ്പോൾ. ഐ ആം സോറി മദർ. പീറ്റർ വിൽ ബി സോ ആംഗ്രി. പീറ്റർ 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 സക്കറിയ, നീയാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാം. ഞാൻ ആകേണ്ടിയിരുന്ന എല്ലാം, ഞാൻ ആകാതിരുന്ന എല്ലാം. അവനെ നോക്കിക്കൊള്ളണേ. ഒരു ദുർഗയായ അമ്മയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ. അവന് നേർവഴി കാണിച്ചു കൊടുക്കണേ. അവനും തന്നെപ്പോലെ തായ്വേര് ഉറച്ചു പിടിച്ചിട്ടില്ലാത്ത മരമായി വളരുമോ? എൻ്റെ മകനെ, എൻ്റെ കുഞ്ഞെ. ചായ കൊണ്ടുവരാൻ പറയട്ടെ? മിസ്റ്റർ ഓസ്റ്റിന് തന്നെ പറഞ്ഞയച്ച് കുട്ടിയെ കൊണ്ടുപോകാൻ ധൃതിയായി. വേണ്ട, താങ്ക്സ്. അവൾ എഴുന്നേറ്റു. മോനെ രാജീവ്. അവൾ അവൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് മാറത്ത് ചേർത്ത് അമർത്തി. അവൻ്റെ മുഖത്ത് അമ്പരപ്പ് മാത്രമാണ്. എൻ്റെ കണ്ണും പുരികവുമുള്ള എൻ്റെ കുഞ്ഞെ, നീ വലുതായി വിധി പറയാനിരിക്കുമ്പോൾ ഓർക്കണേ, നിന്റെ അമ്മ നിന്റെ മുമ്പിൽ വന്ന് കൈക്കുമ്പിൾ കാട്ടി മുട്ടുകുത്തി നിന്ന ഈ നിമിഷം. ഓർമ്മിക്കുമോ? എൻ്റെ മകനെ, നീ ഓർമ്മിക്കണേ. 1 മണി അടിച്ചു. ഞങ്ങൾക്ക് കളിക്കാൻ പോകാനുള്ളതാണ്. അവൾ അവൻ്റെ കൈ വിട്ടു. തല താഴ്ത്തി പുറത്തേക്ക് പോന്നു. തന്നെ കാത്തു കിടക്കുന്ന റിക്ഷയിൽ കയറി വീണു. സ്വന്തം കുഞ്ഞിന് വേണ്ടാതായ അമ്മ. സാരി തലപ്പ് കൊണ്ട് മുഖം പൊത്തി അവൾ തേങ്ങി. ചുറ്റും ക്യാൻവാസ് കൊണ്ട് മറച്ച് ഗുഹ പോലുള്ള ആ വണ്ടിയിൽ ഒറ്റയ്ക്കിരുന്ന് അവൾ തേങ്ങി. ഉറക്കെ ഉറക്കെ തേങ്ങി. വണ്ടിക്കാരൻ വണ്ടി നിർത്തി. ഒരു നാൽക്കവലയിലാണ്. അവൾ മുഖത്തുനിന്ന് സാരി മാറ്റി. അയാൾ ഇറങ്ങി തന്നെ നോക്കി നിൽക്കുകയാണ്. ഭാഷ അറിഞ്ഞുകൂടല്ലോ. റെയിൽവേ സ്റ്റേഷൻ, അവൾ പറഞ്ഞു. അയാൾ കുറച്ചു സമയം കൂടി നോക്കി നിന്നു. മുമ്പിൽ തിരിച്ചു കയറി. റെയിൽവേ സ്റ്റേഷൻ, നാശത്തിലേക്കുള്ള വാതിൽ.